ലണ്ടനിൽ 1890 ടൈമിൽ രണ്ട് യങ് മജീഷ്യൻസ് ഉണ്ടായിരുന്നു. റോബർട്ട് ആഞ്ചറും ആൽഫർ ബോർഡനും. രണ്ടുപേരും സീനിയർ മജീഷ്യനായ ജോൺ കട്ടന്റെ ഷോയിൽ അസിസ്റ്റൻസായി വർക്ക് ചെയ്യുകയായിരുന്നു. ഒരിക്കലും ഒരു സ്റ്റേജ് പെർഫോമൻസിന്റെ ഇടയിൽ ഒരു ആക്സിഡന്റ് നടക്കുന്നു. ആഞ്ചറുടെ വൈഫ് ജൂലിയ വാട്ടർ ടാങ്കിൽ വീണ് മരിക്കുന്നു. ഇത് ആഞ്ചറിന്റെ ലൈഫ് തന്നെ മാറ്റുന്നു. ഭാര്യയുടെ മരണത്തിന് കാരണം ബോർഡൻ ആണെന്ന് ആഞ്ചർ കരുതുന്നു. അതോടുകൂടി രണ്ടുപേരും ശത്രുക്കളായി മാറുന്നുണ്ട്. കാലം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തന്നെ മജീഷ്യൻസായി ഫേമസ് ആവുന്നു. ബോർഡൻ ഒരു ട്രിക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ദ ട്രാൻസ്പോർട്ടഡ് മാൻ. സ്റ്റേജിൽ ഒരു ഡോറിൽ കൂടി കളക്കുന്ന ബോർഡൻ അടുത്ത സൈഡിൽ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷനാവുന്നു. ആഞ്ചർ ഇതിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വിജയിക്കുന്നില്ല. അവൻ ബോർഡന്റെ ട്രിക്ക് സീക്രട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒലീവിയ എന്ന അസിസ്റ്റന്റിനെ ബോർഡന്റെ അടുത്ത് സ്പൈ ആയി അയക്കുന്നു. ആഞ്ചറിന് ബോർഡന് ഡയറി കിട്ടുന്നുണ്ട്. അതിൽ നിക്കോള ടെസ്ല എന്നൊരു സയന്റിസ്റ്റിനെ കുറിച്ച് ബോർഡൻ പറയുന്നുണ്ട്. ആഞ്ചർ ടെസ്ലയെ കണ്ടുപിടിക്കാനായി അമേരിക്കയിലേക്ക് പോകുന്നു. ടെസ്ല ഒരു സ്പെഷ്യൽ മിഷൻ ഉണ്ടാക്കുന്നു. ആഞ്ചർ ഇത് യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ടഡ് മെന്നിന്റെ ഒരു പുതിയ വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റേജിൽ വെച്ച് ആഞ്ചർ ടെസ്ല ഉണ്ടാക്കി കൊടുത്ത ആ മിഷനിൽ കയറി നിൽക്കുന്നു. ആഞ്ചർ അപ്രത്യക്ഷനാകുന്നു. പിന്നീട് ഉടനെ അടുത്ത സൈഡിൽ നിന്ന് ആഞ്ചർ കടന്നു വരുന്നു. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. മിഷൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആഞ്ചർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നു. ഒറിജിനൽ ആഞ്ചർ വാട്ടർ ടാങ്കിൽ വീണ് മരിക്കുന്നു. ആഞ്ചർ എല്ലാ ഷോയിലും തന്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ബോർഡന്റെ ലൈഫിലും ഒരു വലിയ രഹസ്യമുണ്ട്. ബോർഡൻ സത്യത്തിൽ ഒരാളല്ല, ട്വിൻസ് ആണ്. രണ്ടുപേരും ഒരാളെ പോലെ ജീവിക്കുന്നു. ഒരാൾ കുടുംബമായി ജീവിക്കുന്നു, മറ്റേയാൾ മജീഷ്യനായി തുടരുന്നു. എന്നാൽ ഇവർ ട്വിൻസ് ആണെന്ന സത്യം മറച്ചുവെച്ചാണ് ഇവർ മാജിക് ഷോസ് ചെയ്തിരുന്നത്. ഇതുകൊണ്ടാണ് ബോർഡന്റെ വൈഫ് സാറ അവനെ സംശയിക്കുന്നത്. ഒരു ദിവസം ഹസ്ബൻഡ് വളരെ കെയറിങ്, അടുത്ത ദിവസം ദേഷ്യം. അങ്ങനെ ഭർത്താവ് തന്നെ ചതിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് സാറ സൂയിസൈഡ് ചെയ്യുന്നു. പിന്നീട് ആഞ്ചറിന്റെ ട്രാൻസ്പോർട്ടഡ് മാനിന്റെ സീക്രട്ട് അറിയാൻ ബോർഡൻ വരുന്നുണ്ട്. വന്നപ്പോൾ ആകട്ടെ സ്റ്റേജിനടിയിൽ വെച്ച് ആഞ്ചർ വാട്ടർ ടാങ്കിൽ വീണ് മരിക്കുന്നത് ബോർഡൻ കാണുന്നു. ആഞ്ചറിന്റെ ട്രിക്കൊന്നും അറിയാത്ത ബോർഡൻ ശരിക്കും അവൻ മരിക്കുകയാണെന്നോർത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടക്കുന്നില്ല. പോലീസ് കേസെടുക്കുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോർഡൻ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ജയിലിൽ ആഞ്ചർ ബോർഡനെ കാണാൻ വരുന്നുണ്ട്. നിനക്ക് ഇതുവരെ ട്രിക്ക് മനസ്സിലായില്ല എന്ന് ബോർഡൻ അവനോട് പറയുന്നുണ്ട്. ആഞ്ചർ കരുതി ബോർഡന്റെ സീക്രട്ട് മിഷൻ ആണെന്ന്. പക്ഷെ സത്യത്തിൽ അവർ ട്വിൻസ് ആയിരുന്നു എന്ന് ആഞ്ചർ അറിയുന്നില്ല. ബോർഡനെ തൂക്കിക്കൊല്ലുന്നു. പക്ഷെ സത്യത്തിൽ മരിച്ചത് രണ്ട് ട്വിൻസിൽ ഒരാൾ മാത്രമാണ്. മറ്റേ ട്വിൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവസാനം ബോർഡൻ ആഞ്ചറുടെ തിയേറ്ററിൽ വരുന്നുണ്ട്. അവൻ ആഞ്ചറിനെ ഷൂട്ട് ചെയ്യുന്നു. ആ സമയത്താണ് ആഞ്ചറിന്റെ ട്രിക്ക് മിഷൻ ആയിരുന്നു എന്നും റിയൽ ആഞ്ചർ മരിച്ച് പിന്നീട് അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വന്നുകൊണ്ടിരുന്നതും എന്നുള്ള ട്രിക്ക് അവൻ ബോർഡനോട് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ആഞ്ചർ മരിക്കുന്നു. അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ശരീരങ്ങളും അവിടെ വെച്ച് തന്നെ കത്തിയമരുന്നു. ഈ കഥ മാജിക്കിനെ കുറിച്ചല്ല, രണ്ട് മനുഷ്യർ തന്റെ ജീവിതം തന്നെ ഒരു ട്രിക്കായി മാറ്റിയ കഥയാണ് പ്രസ്റ്റീജ്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.